ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്ക് ചേർന്ന് വരുവാൻ സ്തുതിക്കുന്നു. അപ്രതീക്ഷിതമായ ഒത്തിരി വേർപാടുകൾ ദൈവജനത്തിൻ്റെ നടുവിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളിലാണ് നാം ജീവിക്കുന്നത്. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ വാക്ക് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. 1 പത്രോസ് 1 അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിൽ മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികമായ സാഹചര്യവും നിസ്സാരതയും എത്രയോ വ്യക്തമായിട്ടാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പുല്ലിനും പൂവിനും സമാനമാണ് നമ്മുടെ ജീവിതം എന്നുള്ളതായ വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം അറിയുന്നത് പോലെ ആ വാക്യങ്ങൾ യെശയ്യാപ്രവചനം 40 അധ്യായത്തിൽ നിന്നുള്ളതായൊരു ഉദ്ധരണിയാണ്. അപ്പോൾ ആ ഉദ്ധരണിയുടെ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രവാചകൻ പറയുന്നൊരു വാക്കുണ്ട്, കേട്ടോ വിളിച്ചു പറയുക. എന്ത് വിളിച്ചു പറയേണ്ടു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് യെശയ്യാപ്രവചനം 40 അധ്യായത്തിൽ നാം അത് വായിക്കുന്നത്. മനുഷ്യൻ പുല്ലിനും പൂവിനും സമാനനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് നമുക്കൊരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. അത് വിളിച്ചു പറയുന്നത് കേൾക്കുന്ന ആളുകൾ ആ വലിയ സത്യത്തെ ഉൾക്കൊണ്ട് സൂക്ഷ്മതയോടെ ഒരുക്കത്തോടെ ജീവിക്കണം എന്നുള്ളതായ ആഗ്രഹത്തിലാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, നമുക്ക് ആ തിരിച്ചറിവോടുകൂടി വിനയത്തോടുകൂടി ഓരോ ദിവസവും ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. 1 പത്രോസ് 1:24-25 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മനുഷ്യൻ ക്ഷണികനാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. അത് നിങ്ങളുടെ ഓർമ്മയിൽ കാണുമായിരിക്കാം. ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ക്ഷണികരാണെന്ന് ഓർത്ത് അങ്ങനെ നിരാശപ്പെട്ട് പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ സമയം എന്നേക്കും നിലനിൽക്കുന്ന ദൈവ വചനത്തോടുള്ളതായ അനുസരണത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ആ അനുസരണം എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ അനുഗ്രഹമാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നില്ല, എങ്കിലും 1-2 വാചകങ്ങൾ പറയുകയാണ്. ഞാനിന്ന് രാവിലെ എന്തുകൊണ്ട് ചിന്തിച്ചതായൊരു വേദഭാഗമാണത്. 1 പത്രോസ് 1:21 പറയുന്നുണ്ട്, ഈ വചനത്താലാണ് നാം വീണ്ടും ജനിച്ച് ദൈവമക്കളായിട്ട് തീർന്നത്. അപ്പോൾ ഈ വചനം എന്ത് മനോഹരമാണ്, എത്ര പ്രവർത്തന സാധ്യതയുള്ളതാണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഈ വചനം ഒരാൾ വിശ്വസിച്ചാൽ നിത്യനരകത്തിലേക്ക് പോകുന്ന ഒരാൾ രക്ഷ പ്രാപിച്ച് സ്വർഗാവകാശിയാകും എന്നുള്ളതായ വലിയ സത്യം നമ്മൾ കാണുകയാണ്. ആ വചനത്തോടെ ഒരാൾ അനുസരണം കാണിച്ചാൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ ഈ വചനം തികഞ്ഞവനാക്കും. എന്ന് പറഞ്ഞാൽ ആ വചനത്തോടുള്ള അനുസരണം ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിന് അനുരൂപരായിട്ട് ജീവിക്കത്തക്കവണ്ണം ഒരു സാധാരണ മനുഷ്യനെ ഒരുക്കുവാൻ ഇടയായിട്ട് തീരും. അങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചാൽ അതിൻ്റെ പ്രതിഫലനം എവിടെയും ഉണ്ടാകും, നിത്യതയിലും ഉണ്ടാകും. അപ്പോൾ ഞാനിന്ന് രാവിലെ ഓർത്തു, ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നതാണ്. ഇന്ന് രാത്രിയിലും നമുക്ക് ആ വചനം ധ്യാനിക്കാനുള്ള സാവകാശം ദൈവം തരുന്നു എന്നുള്ളത് എല്ലാ നന്ദിയോടും കൂടെ ഓർക്കാം. വചനം പ്രയോജനപ്പെടുത്തി ജയാളികളായിട്ട് ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്കേവർക്കും കൃപ നൽകട്ടെ. ഫിലദൽഫിയ സഭയ്ക്ക് കർത്താവ് തുറന്നു കൊടുത്ത സുവിശേഷത്തിൻ്റെ വാതിലിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരുന്നത്.
അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പൗലോസിന് കർത്താവ് തുറന്നു കൊടുത്തതായ വലുതും സഫലവുമായ വാതിലിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനിടയായിട്ട് തീർന്നു. ഇവിടെ ഒരു സഭയ്ക്ക് കർത്താവ് സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത് എത്രയോ സഫലമാണ്. അത് അനേക ആത്മാക്കൾ സ്വർഗത്തിൽ എത്തുന്നതിന് മുഖാന്തരമാകാവുന്നതാണ്. അതുമാത്രമല്ല, വേറെ പല സ്ഥലം സഭകൾ രൂപപ്പെടുന്നതിന് തന്നെ അത് മുഖാന്തരമായിട്ട് തീരുന്നതാണ്. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിലെ ക്രിസ്തീയ സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ വാതിൽ, തുറക്കപ്പെട്ട വാതിൽ എത്രയോ പ്രദേശങ്ങളിൽ ആരും പ്രതീക്ഷിക്കാത്ത അപരിഷ്കൃതരെന്ന് വിചാരിക്കുന്ന ആളുകളുടെ നടുവിലേക്കും സുവിശേഷം കടന്നു ചെന്ന് വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനൊരു വാതിൽ തുറന്നു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്ക് എത്രയോ അർത്ഥവ്യാപ്തിയുണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യർ 16-9 നിന്ന് ഞാനൊരു വാചകം പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. എതിരാളികളും പലർ ഉണ്ട്. വലുതും സഫലവുമായൊരു വാതിൽ കർത്താവ് തുറന്നു കൊടുത്തപ്പോൾ അതോട് ചേർന്ന് പൗലോസ് പറയുകയാണ്, എതിരാളികൾ പലർ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു നിർത്തിയായിരുന്നു, കർത്താവ് തുറന്ന വാതിലല്ലേ, അതിന് എതിരും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാകയില്ല എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. പിന്നെയോ, കർത്താവ് തുറക്കുന്ന വാതിലിനും എതിരാളികളുണ്ട് എന്നുള്ളത് ഈ ദൈവദാസൻ്റെ വാക്കുകളിലൂടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് ഞാൻ തെളിവുകൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ വിചാരം. എങ്കിലും 1-2 വാക്യങ്ങൾ ഞാനൊന്ന് പരാമർശിച്ചു പോകാം. പൗലോസിൻ്റെ ജീവിതം വളരെ സഫലമായൊരു ജീവിതമായിരുന്നു. പൗലോസ് സുവിശേഷം അറിയിച്ച് എന്തോരം ആളുകൾ സ്വർഗത്തിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. അത് നിത്യത വെളിപ്പെടുത്താനിടയായിട്ട് തീരും. പൗലോസിൻ്റെ പ്രസംഗങ്ങൾ മാത്രമല്ലല്ലോ, വരമൊഴിയായിട്ട് എന്തോരം വചനങ്ങളാണ് എഴുതി തന്നിട്ടുള്ളത്. അതൊക്കെ വായിച്ച് കഴിഞ്ഞ നാളുകളിൽ എത്രത്തോളം ആളുകൾ സ്വർഗാവകാശികളായി തീർന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്ക് ആർക്കും എടുക്കാനായിട്ട് സാധിക്കുകയില്ല. വളരെ സഫലമായ വാതിലാണ് ഒരു ചുരുങ്ങിയ വർഷം കൊണ്ട് ആ ദൈവദാസൻ പ്രയോജനപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നത്. അതിൽ എന്തെല്ലാം എതിർപ്പുകളിലൂടെയാണ് പൗലോസ് ആ ശുശ്രൂഷ നിർവഹിച്ചത് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ എഫെസോസിൽ നിന്ന് വിളിക്കപ്പെട്ടതായ മൂപ്പന്മാരോട് പൗലോസ് സംസാരിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ നമുക്ക് പരിചയമുണ്ട്. യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ തനിക്കുണ്ടായ കഷ്ടങ്ങളെക്കുറിച്ച് അവിടെ ആ ദൈവത്തിൻ്റെ ദാസൻ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ കഷ്ടതയുടെ, കണ്ണുനീരിൻ്റെ വഴികൾ എത്രയോ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എന്തിനാണ് ഇത് മൂപ്പന്മാരോട് പറയുന്നത്? അവർ സഭാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ണുനീരും കഷ്ടങ്ങളുമൊക്കെ നിങ്ങളുടെ വഴിത്താരയിലും ശുശ്രൂഷയിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായൊരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് അത് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്ന കാര്യം, വളരെ കണ്ണുനീരോടെ കഷ്ടങ്ങളോടുകൂടിയാണ്, യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ ഉണ്ടായ പ്രയാസങ്ങളോടുകൂടിയാണ് ആ ദൈവത്തിൻ്റെ ദാസൻ ശുശ്രൂഷിച്ചത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. വേറൊരു വേദഭാഗം കൂടി ഞാനൊന്ന് പരാമർശിക്കുകയാണ്. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ അധ്യായത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് പൗലോസ് എഴുതുന്ന ഒടുവിലത്തെ അധ്യായമാണ്, 2 തിമോഥെയോസ് 4-ാം അധ്യായം. അപ്പോൾ അദ്ദേഹം എന്തെല്ലാം പ്രയാസങ്ങളിലൂടെ താൻ കടന്നു പോകുന്നു എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. നമുക്കൊന്ന് വായിച്ച് മാത്രം പോകാം.
ഒത്തിരി വിശദീകരണം ഞാൻ പറയേണ്ടി വരികയില്ല എന്ന് കരുതുന്നു. വായിച്ചാട്ടെ. 14 മുതൽ 17 വരെ. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക. എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. അടുത്ത വാക്യം കൂടി വായിച്ചു. എനിക്ക് തുണ നിന്നു. പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിക്കാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്രാപിച്ചു. അപ്പോൾ അതിലെ ഓരോ വാക്യങ്ങളിലും ഈ സത്യം വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ഓരോന്നും എടുത്തിപ്പോൾ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഈ വേദഭാഗം എനിക്കൊരു വലിയ മാതൃകാ പാഠമായിട്ടാണ് ഇരിക്കുന്നത്. എതിർപ്പുകൾ ധാരാളം ആ ദൈവദാസൻ അഭിമുഖീകരിച്ചിരുന്നു. പക്ഷേ അവിടെ ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ ചെയ്ത ദോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ വലിയൊരു ജീവിതപാഠം ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ ദോഷത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുന്നതായ ഒരു ഉന്നതമായ ജീവിത ദർശനം ഉണ്ട്. വളരെ ദോഷം ചെയ്തു. അതുകൊണ്ട് അലക്സാണ്ടറിൻ്റെ പുറകെ നടന്ന് അതിന് പ്രതികാരം ചെയ്യാനായിട്ട് ആർക്ക് സമയമില്ല? പൗലോസിന് സമയമില്ല. അപ്പം അതുകൊണ്ട് അവിടെ നാം കാണുന്നൊരു കാര്യം, അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അപ്പം അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം ഒരു വാതിൽ തുറന്ന് തന്നാൽ ആ വാതിൽ ഉപയോഗിക്കുന്നതിൻ്റെ വഴിത്താരയിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ചിലപ്പോൾ പ്രതികൂലമായിട്ട് വർത്തിച്ചു എന്ന് വരാകുന്നതാണ്. വളരെ വലിയൊരു അബദ്ധം പറ്റാൻ സാധ്യതയുള്ളത് പ്രതികൂലമായി വർത്തിക്കുന്ന ആളുകളെ ബ്ലോക്ക് ചെയ്യാനും അവർക്കെതിരെ പോരാടാനും ഈ വാതിൽ ഉപയോഗിക്കേണ്ട ആളുകൾ പോയാൽ ദൈവം അവരെ ഏൽപ്പിച്ച കാര്യം നടക്കില്ല. അപ്പോൾ പിശാചിൻ്റെ വലിയൊരു തന്ത്രം, പാപത്തിന് മൂലഭാഷയിൽ ഉപയോഗിക്കുന്നൊരു വാക്കിൻ്റെ അർത്ഥം മിസ്സിങ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ വേലയിൽ ഉത്സാഹത്തോടെ പോകേണ്ട ആളുകൾ ഈ ദോഷം ചെയ്ത ആളുകളുടെ പിന്നാലെ നടന്ന് അവരുടെ സമയവും സാധ്യതകളും എല്ലാം നഷ്ടപ്പെടുത്തി കളയാനിടയായിട്ട് തീരും. ചിലരൊക്കെ അതിനുള്ള ഭയങ്കര എഴുത്തുകളുമൊക്കെ ആയിരിക്കും. എന്തോ ഒരു നല്ല കാര്യങ്ങൾ എഴുതാനായിട്ടുണ്ട്, പക്ഷേ അതിനുവേണ്ടി സമയം ഉപയോഗിക്കാതെ ഇവരുടെ പുറകെയാണെന്നുള്ളതായ എഴുത്തുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എത്രയോ വിലപ്പെട്ട സന്ദർഭങ്ങളും അവസരങ്ങളുമാണ് നഷ്ടപ്പെടുത്തി കളയുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് പൗലോസിൻ്റെ ആ ദർശനം വളരെ മനോഹരമാണ്. കർത്താവ് അതിന് പകരം ചെയ്യും. അതുകൊണ്ട് ക്രിസ്തീയ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കർത്താവ് തുറന്നു തരുന്ന വാതിലുകൾ ആ സുരക്ഷിത ബോധത്തോടെ പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയണം. പിന്നെ എന്തിനാ തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ ഇത് എഴുതിയെന്നുള്ളത് അടുത്ത വാക്യത്തിൽ ഉണ്ട്. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് നീ അവനെ എന്ത് ചെയ്തോളണം? സൂക്ഷിക്കണം. കാരണം ഇവനാലുള്ള ദോഷങ്ങൾ വരാതെ വണ്ണം അതിലകപ്പെട്ടു പോകാതെ വണ്ണം തിമോഥെയോസേ നീ സൂക്ഷിച്ചോളണം. കാരണം എന്നോടും എൻ്റെ പ്രസംഗത്തോട് എതിർത്ത് നിന്നെങ്കിൽ നിന്നോടും പ്രസംഗത്തോട് എതിർത്ത് നിൽക്കുക എന്നുള്ളത് കേവലം സാധാരണയായിട്ടുള്ളൊരു കാര്യമാണ്. ന്യായമായിട്ട് നീ പ്രതീക്ഷിച്ചോ അത്. അപ്പം അതുകൊണ്ട് തിമോഥെയോസിനെ ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളതായ കാര്യം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. പിന്നെ പൗലോസ് ഒടുവിലത്തെ നാടുകളിൽ അനുഭവിച്ചതായ ഒറ്റപ്പെടൽ എടുത്ത് പറയുന്നുണ്ട്. എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. ഈ വാക്യം എത്ര അത്ഭുതകരമായൊരു വെളിപ്പെടുത്തലാണ്. പൗലോസ് ഇപ്പോൾ മരണത്തോട് അടുത്തിരിക്കുകയാണ്. എൻ്റെ നിര്യാണകാലം അടുത്തു എന്നൊക്കെ ഈ അധ്യായത്തിലാണ് പൗലോസ് പറയുന്നത്. അപ്പം മരണത്തോട് അടുത്തു എന്നുള്ളത് നാം കാണുകയാണ്. ഈ ദൈവദാസൻ കർത്താവിൻ്റെ വയലിലേറെ അധ്വാനിച്ചു, മരണത്തോട് അടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത്, അപ്പോൾ അങ്ങനെയൊക്കെ ഇത്രയും വിജയകരമായിട്ടൊക്കെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഈ ദൈവദാസന് എന്തോ ഒരു ആദരവോടുകൂടിയുള്ള അംഗീകരണമാണ് ശരിക്കും
ആളുകൾ കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ പൗലോസ് പറയുന്നത് ആരും എനിക്ക് തുണ നിന്നില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വാതിലിൻ ഉപയോഗിക്കുന്ന വഴിയിൽ എന്തൊരു വലിയ ഒറ്റപ്പെടലാണ് താൻ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. ആരും എനിക്ക് തുണ നിൽക്കണില്ലല്ലോ, എന്നാൽ ആളുകളൊക്കെ കൂടെ നിൽക്കാവുന്ന നിലയിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാമെന്ന് ആരും വിചാരിക്കുന്നില്ല. പൗലോസ് വിചാരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് കുറച്ച് പേരെങ്കിലും കൂടെ നിൽക്കാവുന്നൊരു ക്രമീകരണം ചെയ്യാം എന്ന് പൗലോസ് ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം കർത്താവ് തുറന്നു കൊടുത്ത വാതിൽ ഏറ്റവും ശരിയായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് ആ ദൈവദാസൻ്റെ നിർണയം. കഴിഞ്ഞാളിൽ ദൈവം ഉപയോഗിച്ചിട്ടുള്ള ദൈവദാസന്മാർ ആരും സഹായമില്ലാതെ തനിച്ചുമൊക്കെ നിന്നിട്ടുള്ളവരായ ആളുകളാണ്. അവർ സഹായത്തിന് വേണ്ടി നിലപാടുകളിൽ അയവ് വരുത്താറില്ല. പ്രിയപ്പെട്ടവരെ, അത് വളരെ മനോഹരമായിട്ടുള്ളതായൊരു മാതൃകയാണ്. വേറൊരു ദൈവദാസൻ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏലിയ ഒരു തലമുറയിൽ ദൈവത്തിന് വേണ്ടി വീര്യത്തോടെ നിന്ന പ്രവാചകനാണ്. ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ആ വാക്യം നമ്മൾ എടുത്തു വായിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് മുഴുവൻ ശരിയല്ല. കാരണം ദൈവം പറയുന്നുണ്ട്, വേറെ 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതേ നിൻ്റെ നിലപാട് സൂക്ഷിക്കുന്ന വേറെ 7000 പേരെ എനിക്കറിയാം, ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആർക്കറിയില്ല? ഏലിയാവിനറിയാൻ പാടില്ല. അപ്പോൾ അവിടെ ഏലിയാവ് പറയുകയാണ്, ഞാൻ ഒരുത്തനേ ഉള്ളൂ, എനിക്കും അവർ ജീവഹാനി വരുത്താനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഏലിയാവ് ഇനി ഒരുത്തനേ ഉള്ളൂ, അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറാൻ താൻ ഒരുക്കമല്ല. ഒരു നിരാശയൊക്കെ വന്നു എന്നുള്ളത് വളരെ ശരിയാണ്. പക്ഷേ ഏലിയാവിനെ ദൈവം ശക്തിപ്പെടുത്തി അതിനേക്കാൾ വീര്യത്തോടു കൂടി തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കാനായിട്ട് അനുവദിച്ചു എന്നുള്ളതാണ് ആ ബാക്കി ചരിത്രത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് പറയുന്ന ഈ വാക്ക് നമുക്കൊരു പ്രചോദനമായിട്ട് തീരട്ടെ. ദൈവത്തിൻ്റെ വചനത്തോടുള്ളതായ കൃത്യമായ അനുസരണം സൂക്ഷിക്കേണ്ടതിന് വേണ്ടി തനിച്ചു നിൽക്കുന്നു എന്നുള്ളത് ഒരു കുറവല്ല, അതൊരു ക്ഷീണമല്ല. തനിച്ച് നിൽക്കുമ്പോൾ ആര് കൂടെ ഉണ്ടാകും? വചനം തന്നവൻ കൂടെ ഉണ്ടാകും. അത് ധാരാളം മതിയാകും. അത് ഈ പൗലോസിൻ്റെ വാക്കുകളിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്ത വാക്യം എന്ത് മനോഹരമാണ്! കർത്താവോ എനിക്ക് തുണ നിന്നു. അതുകൊണ്ട് എല്ലാവരും കൈവിട്ടപ്പോൾ കർത്താവ് പൗലോസിന് തുണ നിന്ന് സഹായകനായിട്ട് കൂടെയിരുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, കർത്താവ് തുറന്നു തരുന്ന വാതിൽ ഉപയോഗിക്കുമ്പോൾ ഈ വലിയ സത്യം ചേർത്ത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ഒരെതിർപ്പും ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കരുത്. എതിർപ്പുകൾ ഉണ്ടാകാം, പക്ഷേ നമ്മുടെ കർത്താവിനോട് നമുക്ക് കൂടെ നിൽക്കാൻ സാധിച്ചാൽ, വാതിൽ തുറന്നു തന്നവൻ കൂടെ ഇരുന്ന് ആ വാതിൽ പ്രയോജനപ്പെടുത്തത്തക്കവണ്ണം നമ്മെ നിശ്ചയമായിട്ടും സഹായിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഈ വാക്യങ്ങളിലൊക്കെ കാണുന്നൊരു കാര്യം, കർത്താവ് വാതിൽ തുറക്കുന്നവൻ മാത്രമല്ല, ദോഷം ചെയ്യുന്നവർക്ക് പകരം ചെയ്യുന്നവനും, എല്ലാവരും കൈവിടുമ്പോൾ തുണ നിൽക്കുന്നവനുമാണ്. അപ്പം നമ്മുടെ കർത്താവ് ഒരു വാതിൽ തുറന്ന് തന്നാൽ ആ വാതിൽ പ്രയോജനപ്പെടുത്തുന്നതിൽ ആരൊക്കെ എതിർത്ത് നിന്നാലും കർത്താവ് കൂടെ ഇരുന്ന് കാര്യങ്ങളെ സാധിപ്പിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്ന് വച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക്
ഈ വലിയ ധൈര്യം ഉൾക്കൊണ്ട് കർത്താവ് തുറന്നു തരുന്ന വാതിൽ വിശ്വസ്തമായി പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ. കർത്താവ് തുറന്നു തരുന്ന വാതിൽ ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഒരു വാതിലും തള്ളി തുറക്കേണ്ടതായ ആവശ്യം ഇല്ല. വാതിലുകളിൽ അന്വേഷിച്ച് നമ്മൾ നടക്കേണ്ട കാര്യവും ഇല്ല. ഇതൊക്കെ നമ്മുടെ കർത്താവ്, പരമാധികാരിയായ കർത്താവ് ചെയ്യുന്നതായ മനോഹരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് ഉൾക്കൊണ്ട് പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് ധാരാളം കൃപ നൽകട്ടെ. ഇനി ഞാൻ താഴെയുള്ള കർത്താവ് എന്ന വേറെ 4 കാര്യങ്ങളും കൂടെ പറഞ്ഞായിരുന്നു. അതിനൊത്തിരി വിശദീകരണം കൂടാതെ ഞാനതൊന്ന് ചുരുക്കമായി എടുത്തു പറയാം എന്ന് വിചാരിക്കുന്നു. രണ്ടാമത് നമ്മൾ ഈ ലിസ്റ്റ് നമ്മൾ ആദ്യം എഴുതിയതാണ്. സാത്താൻ്റെ പള്ളിയിൽ നിന്ന് ആളുകളെ വരുത്തുന്ന സഭാകാന്തൻ. നമുക്കതവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അന്നത് ശ്രദ്ധിച്ചതുമാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ ചിലരെ എവിടുന്ന് വരുത്തും? സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. ഇതൊരു വലിയ സത്യമാണ്. അപ്പോൾ നാം കർത്താവ് നമ്മെ ഏൽപ്പിച്ച കാര്യം ചെയ്യുന്നു. ആരെയും സാത്താൻ്റെ പള്ളിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരാൻ നമ്മളെക്കൊണ്ട് പറ്റുകയില്ല. അതിനുവേണ്ടിയുള്ള കുറുക്കു വഴികളിട്ട് ഉപയോഗിക്കുകയും വേണ്ട. എന്ന് പറഞ്ഞാൽ ആത്മാക്കളെ ആകർഷിക്കാനുള്ള ദൈവം തന്ന വഴിയല്ലാതെ വേറെ കുറുക്കു വഴികൾ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. അത് ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയേണ്ടുന്നതായ കാര്യമാണ്. സാത്താൻ്റെ പള്ളിയിൽ നിന്ന് ആളെ സഭയിലേക്ക് വരുത്തുന്നത് സഭാകാന്തനാണ് എന്ന വലിയ സത്യം നമ്മൾ ഉൾക്കൊള്ളണം. ഇത് വളരെ അടിവരയിട്ട് ഉൾക്കൊള്ളേണ്ടുന്നതായ കാര്യമാണ്. ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ദൈവസഭയുടെ വളർച്ചയിലും ഒന്നും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് ആളുകളെ വരുത്തുന്നത് കർത്താവാണ് എന്ന് മനസ്സിലാക്കിയാൽ, അത് ഉൾക്കൊണ്ടാൽ നമ്മുടെ കഴിവോ മികവോ ഒന്നും അതിൽ ഒരു ഘടകമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയില്ല. അത് ചിന്തിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റിന് നിരക്കുന്നതായൊരു കാര്യം അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. ഇതോട് ചേർന്ന് വരുന്ന ചില വാക്യങ്ങൾ ഞാനൊന്ന് പറയാം. കർത്താവിൻ്റെ വേലയിൽ സുവിശേഷവൽക്കരണത്തിൽ ഏർപ്പെടുമ്പോൾ അത് പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടുന്ന കാര്യമാണ്. നമുക്ക് നല്ല പരിചയമുള്ള വാക്യമായതുകൊണ്ട് എല്ലാം വായിക്കണമെന്നില്ല. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പോൾ വിളിക്കണത് ആരാ? ദൈവമാണ് വിളിക്കുന്നത്. അപ്പോൾ അതെത്ര കൃത്യമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം തുടങ്ങുമ്പോൾ ഓർപ്പിക്കുന്നത്. നമുക്കറിയാം, സുവിശേഷത്തിൻ്റെ വിളിയുമായിട്ട് കൊരിന്തിൽ ആദ്യം ചെന്നത് അപ്പോസ്തലനായ പൗലോസും സഹപ്രവർത്തകരുമാണ്, അല്ലേ? പ്രവൃത്തികളുടെ ദിവസം 18-ാം അധ്യായത്തിൽ നമുക്കതിൻ്റെ ചരിത്രം വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചില സഹോദരന്മാർ ഒരുമിച്ച് കൊരിന്തിൽ ചെന്ന് സുവിശേഷം അറിയിക്കുകയായിരുന്നു. അതിലെ മുന്നണി പോരാളി ആരായിരുന്നു? പൗലോസായിരുന്നു. പൗലോസിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ചെന്ന് ഈ ശുശ്രൂഷ നിർവഹിച്ചത്. അത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ പൗലോസ് ഇപ്പോൾ ഇവിടെ എഴുതുന്ന എന്താണ്? ഞാനല്ല നിങ്ങളെ വിളിച്ചത്, പിന്നെ ദൈവമാണ് ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചത്. അതിൽ പൗലോസ് ചെയ്ത ശുശ്രൂഷയുണ്ട്. അതുകൊണ്ട് വേറൊരു ഭാഗത്ത് പിതാക്കന്മാർ ഏറെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുന്നുണ്ട്, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അപ്പോൾ അവിടെ പൗലോസ് നിർവഹിച്ച ആ പങ്ക് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതിൻ്റെ മറുവശം ആ ദൈവദാസൻ വിസ്മരിക്കുന്നില്ല. ദൈവമാണ് നിങ്ങളെ
ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചത് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ആരെയാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് പറയാനായിട്ടുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പോൾ ആരെ വിളിച്ചെന്ന് ഈ വാക്യത്തോട് ചോദിച്ചാൽ ആ വാക്യത്തിന് പറയാൻ വളരെ മനോഹരമായ ഒരു ഉത്തരം ഉണ്ട്. മുൻ നിയമിച്ചവരെയാണ് വിളിച്ചത്. അപ്പോൾ നമ്മളിതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്ത കാര്യമൊന്നും ഒത്തിരി വലുതല്ല എന്നുള്ളതായ തിരിച്ചറിവിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. നമ്മൾ സ്തോത്രം ചെയ്യുമ്പോഴൊക്കെ ധാരാളം ഓർക്കാറുള്ളതായ ഒരു വാക്യം ഞാൻ ഇവിടെ ചേർത്ത് പറയുകയാണ്. അത് വേണമെങ്കിൽ ഒന്ന് വായിച്ചോ. എഫെസ്യർ 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എഫെസോസിലെ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവർ ഈ കൃപയിലേക്ക് വന്നതിൻ്റെ വഴികൾ വ്യക്തമാക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് ഈ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് കർത്താവ് ആളെ വരുത്തി എന്നൊക്കെ ഈ ഫിലദെൽഫിയ സഭയ്ക്കുള്ള ദൂതിൽ കർത്താവ് പറയുന്നതിൻ്റെ ആ മഹത്വം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഇത്രയും ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വാക്യം ഒന്ന് വായിച്ചോ. എഫെസ്യർ 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ളതായ വാക്യം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവരിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു. ഈ വാക്യങ്ങളിൽ വേറെ ഒത്തിരി സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളുമൊക്കെ വളരെ മനോഹരവുമാണ്. കർത്താവ് നമ്മെ മുൻ നിയമിക്കുകയും തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എന്തു വലിയ പദവിക്കായിട്ടാണെന്ന് ആ വാക്യത്തിൽ 4-ാം വാക്യത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. അപ്പോൾ സുവിശേഷത്താലാണ് നമ്മെ കർത്താവ് ശുദ്ധീകരിച്ചത്. അപ്പോൾ നമ്മെ വിശുദ്ധന്മാരാക്കി തീർക്കേണ്ടതിന് വേണ്ടി, നിഷ്കളങ്കരാക്കി തീർക്കേണ്ടതിന് വേണ്ടി ദൈവം ചെയ്ത ചില കാര്യങ്ങൾ പറയാം. ഞാനൊരു 3 വാക്കുകൾ മാത്രം ഈ വാക്യത്തിൽ നിന്ന് എടുത്തു പറയാം. 4-ാം വാക്യത്തിൽ പറയുന്നത് നമ്മെ തിരഞ്ഞെടുത്തു. എന്ന് തിരഞ്ഞെടുത്തു? ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തു. ഈ വാക്യം എത്ര മനോഹരമായൊരു വാക്യമാണ്. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്ക നാളുകളിലൊക്കെ ഒത്തിരി ചിന്തിക്കാറുണ്ട്. എൻ്റെ പിതാവിന് രക്ഷിക്കപ്പെടാൻ കൃപ ദൈവം കൊടുത്തു. അതുകൊണ്ട് എനിക്കും ആ കൃപയിലേക്ക് വരാനായിട്ടുള്ള സാവകാശം ഉണ്ടായി. അത് നോർമലായിട്ട് മാനുഷികമായി നമുക്കങ്ങനെ ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുകയും വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് പറയുകയും ചെയ്യാം. പക്ഷേ ഈ വാക്യത്തിൻ്റെ മുമ്പിൽ അതിന് യാതൊരു വിലയുമില്ല. എന്ന് തിരഞ്ഞെടുത്തു എന്ന് അവിടെ പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് ഉണ്ടാകുന്നതിന് മുമ്പ് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. അതിനു മുമ്പേ എന്നെ ദൈവം ഈ വലിയ കാര്യത്തിനു വേണ്ടി തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, അത് വിശദീകരിക്കാൻ പ്രയാസമാണ്. നമ്മുടെ ബുദ്ധിയിൽ മുഴുവൻ മനസ്സിലാകാനും പ്രയാസമാണ്. പക്ഷേ നമുക്ക് മനസ്സിലാകാൻ പ്രയാസമുള്ളൊരു കാര്യം, ദൈവാത്മാവ് വളരെ കൃത്യമായിട്ട് എഴുതി തന്നിരിക്കുക. ഇപ്പോൾ വചനത്തിലൊരു കാര്യം എഴുതിയാൽ അത് അതുപോലെ നമുക്ക് വിശ്വാസ്യതയോടെ സ്വീകരിക്കാനായിട്ട് സാധിക്കണം.
അപ്പോൾ ദൈവം നമ്മെ അങ്ങനെ തിരഞ്ഞെടുത്തു. എന്തൊരു അത്ഭുതകരമായൊരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. ചെറിയാൻ സാർ ഒരു പാട്ടിൽ പാടിയിട്ടുണ്ട്, അങ്ങനെ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, അന്നേ ബലിയാകാൻ ദൈവകുഞ്ഞാടിനെയും കരുതി. പ്രിയപ്പെട്ടവർ, അപ്പോൾ അതിൻ്റെ മഹത്വം, ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം മാനുഷികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ ഒത്തിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൽ അത് എത്രയോ മനോഹരമായി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇനി അതിൻ്റെ 6-ാം വാക്യത്തിലെ പ്രയോഗം ഞാനൊന്ന് എടുത്ത് പറയാം, 5-ാം വാക്യത്തിൽ പിന്നെ പറയാം എന്ന് കരുതുകയാണ്. അവൻ പ്രിയനായനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ എന്ത് ചെയ്തു? മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഓർത്തായിരുന്നു, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പോൾ എത്രയോ വചനങ്ങളിലാണ് ഈ വിലയേറിയ സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നതായി നമ്മൾ കാണുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഞാൻ ഈ വാക്യങ്ങളിലൂടെയൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മെ കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്ത് മുൻ നിയമിച്ചു എന്നുള്ളതായ കാര്യം എടുത്ത് പറയുകയും, ഇനി 5-ാമത്തെ വാക്യത്തിൽ തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ, നമുക്ക് ദത്തെടുത്ത് പുത്രത്വം നൽകി എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഇതെല്ലാം ആര് ചെയ്തതാണ്? ദൈവം ചെയ്തതാണ്. എഫെസോസിൽ പോയി പ്രസംഗം പറഞ്ഞതാരാണ്? പൗലോസും സഹപ്രവർത്തകരുമാണ്. പ്രവൃത്തിയുള്ള ദിവസം 19-ാം അധ്യായത്തിൽ അതിൻ്റെ വിശദീകരണം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ രൂപപ്പെട്ട സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവരെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ലോകസ്ഥാപനത്തിനു മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവരും മുൻ നിയമിക്കപ്പെട്ടവരും നിങ്ങൾ ദത്തെടുക്കപ്പെട്ടവരുമാണ് എന്നുള്ള അതിമനോഹരമായ സത്യം എത്രയോ വ്യക്തമായിട്ടാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, പൗലോസും സഹപ്രവർത്തകരും അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ അവർ ആ സുവിശേഷത്തോട് പ്രതികരിച്ചു. അതാണ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതകത്ത് വന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവരെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. അവരാ സുവിശേഷം കേട്ടു വിശ്വസിച്ചു കൃപയിലേക്ക് വന്നു. ഇപ്പോൾ അവർക്ക് ലേഖനം എഴുതുമ്പോൾ ഓർപ്പിക്കുകയാണ്, ഇത് വളരെ യാദൃശ്യമായി സംഭവിച്ചതല്ല. ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവം തുടങ്ങിയൊരു പദ്ധതി നിങ്ങളിൽ നിവർത്തിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതായ അതിശയകരമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഞാനിനി ഒരു വേദഭാവം കൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് ഒത്തിരി ഞാൻ എൻ്റെ വാക്കുകളിൽ വിശകലനം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ദൈവവചനത്തിലൂടെ വിശദീകരിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ നിലയിൽ ഇത് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ ദിവസം 13-ാം അധ്യായത്തിൽ പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിൽ നടന്ന സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലാണ് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെ പ്രവർത്തനമാണ് അത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടപ്പോൾ എങ്ങനെ അവർ പ്രതികരിച്ചു എന്നുള്ളതിന് വ്യക്തമാക്കുന്ന 1-2 വാക്യങ്ങൾ നമുക്ക് നോക്കിപ്പോകാം. നിങ്ങളൊന്നങ്ങ് വായിച്ചോളൂ. 45-46 വാക്യങ്ങളൊന്ന് വായിക്കാം. 13-ാം അധ്യായത്തിന് 45-46 വാക്യങ്ങൾ. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട അസൂയ നിറഞ്ഞവരായി ദൂഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട്
ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആയിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയും. അപ്പോൾ അവിടെ ആ വാക്യങ്ങൾ സാവകാശം പോലെ നിങ്ങളത് മുഴുവനും വായിച്ചത് നല്ലതാണ്. അപ്പോൾ ആ വാക്യങ്ങളിൽ പൗലോസ് എത്ര വ്യക്തമായിട്ടാണിത് പറയുന്നത്. അവിടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ യഹൂദന്മാർ പുരുഷാരത്തെ കണ്ട അസൂയ പൂണ്ട് എന്ന് പറഞ്ഞാൽ പുരുഷാരം എല്ലാം പട്ടണം മുഴുവനും വചനം കേൾക്കാനായിട്ട് കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ അസൂയ പൂണ്ട് വർത്തിച്ച കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അവർ സുവിശേഷത്തിന് എതിർ പറഞ്ഞു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ എതിർ പറഞ്ഞപ്പോൾ, തള്ളിക്കളഞ്ഞപ്പോൾ ആ വാക്ക് 46-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. തങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യർ എന്ന് വിളിച്ച് അവർ സുവിശേഷത്തെ തള്ളിക്കളയുകയായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ പൗലോസ് അവിടെ ആ നിർവഹിച്ച ശുശ്രൂഷയോടുള്ളതായ ജനത്തിൻ്റെ പ്രതികരണം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഇനി 48-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ചോളൂ. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. അപ്പോൾ അവിടെ യഹൂദന്മാരിൽ നിന്ന് ജാതികളിലേക്ക് അപ്പോസ്തലന്മാർ തിരിഞ്ഞ് അവരോട് പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ യഹൂദന്മാർ വിശ്വസിച്ചവരുണ്ട്, എന്നാൽ ചിലർക്ക് എതിർ പറയുകയും സുവിശേഷം തള്ളിക്കളയുകയും ചെയ്തപ്പോൾ നമ്മളവിടെ വായിക്കുന്ന അസാധാരണമായൊരു പ്രയോഗമുണ്ട്. ഈ ജാതികൾ ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. അതൊരു അസാധാരണ പ്രയോഗമാണ്. ഞാൻ ഈ വാക്യത്തിൻ്റെ മുമ്പിൽ വളരെ അത്ഭുതപ്പെട്ടു. കാരണം സുവിശേഷം ഒരാൾ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മഹത്വം ആ വ്യക്തി തിരിച്ചറിയുകയാണ്. തിരിച്ചറിയുന്നവർക്ക് അത് വിശ്വസിക്കാനായിട്ട് സാധിക്കും. വചനത്തെ നിരാകരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ ആളോട് നമ്മൾ വചനം പറഞ്ഞിട്ട് പ്രയോജനം ഇല്ല. അപ്പോൾ അതിൽ നമ്മൾ ഒത്തിരി തർക്കങ്ങളിലേക്കൊന്നും പോയിട്ടും കാര്യമില്ല. അപ്പോൾ ഈ ജാതികൾ അതെത്ര സന്തോഷത്തോടെ ഉൾക്കൊണ്ടു എന്നുള്ളത് നമ്മൾ കാണുക. അടുത്ത പ്രയോഗമാണ് ഞാൻ പറയേണ്ടത്. ആരാ വിശ്വസിച്ചത്? നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ച ഈ വ്യത്യസ്തമായ വാക്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും മുൻ നിയമനവും ഒക്കെ വളരെ മനോഹരമായിട്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ ആളുകൾ കൃപയിലേക്ക് വരുന്നതിൽ ഈ വചനങ്ങൾ ഉൾക്കൊണ്ടാൽ നമുക്കതിനകത്ത് പ്രത്യേകിച്ച് ഒത്തിരി അഭിമാനിക്കാനൊന്നും ഇല്ല. നമ്മളെ കർത്താവ് ഏൽപ്പിച്ചൊരു കാര്യം തുറന്നു വന്ന വാതിൽ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളാണ്. നമ്മൾ ഒരു വാക്യം ചിന്തിക്കാനായിട്ടാണ് ഈ വഴിയിലൂടെ പോകാനിടയായി തീർന്നത്. സാത്താൻ്റെ പള്ളിയിൽ നിന്ന് ഞാൻ ആളുകളെ വരുത്തും. നമ്മുടെ കർത്താവ് ഫിലദൽഫിയ സഭയോട് പറയുകയാണ്, ഞാനാണ് വരുത്തുന്നത്. ഞാൻ തുറന്നു തരുന്ന വാതിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ ആ വാതിൽ അവർ കേൾക്കുന്ന വചനത്തോട് അനുകൂലമായി പ്രതികരിച്ച് കൃപയിലേക്ക് ആളുകളെ ഞാൻ കൊണ്ടുവരുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഒരു വാക്കോട് ചേർത്ത് പറഞ്ഞ് ഞാൻ ഇവിടെ ഇത് അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ജാതികളുടെ മധ്യേ ഉണ്ടായ സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്ന് പറഞ്ഞ്
പറയുമ്പോൾ ആ ബന്ധത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് സഭയോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായി കടാക്ഷിച്ചത് ശിമോൻ വിവരിച്ചുവല്ലോ. അപ്പോൾ അതിൽ ഞാൻ ഒരു വാക്കൊന്ന് അടിവരയിടുകയാണ്. ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ദൈവം കടാക്ഷിച്ചു. അപ്പോൾ ഒരു ജനത്തെ എടുത്തുകൊള്ളുന്നത് ആരാണ്? ദൈവമാണ് ചെയ്യുന്നത്. സഭയെക്കുറിച്ച് പറയുമ്പോൾ ആ എക്ലീസിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിശദീകരിക്കുന്ന ഒരു മനോഹരമായ വാക്യമാണത്. വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടം. അപ്പോൾ ഈ വിളിച്ച് വേർതിരിക്കുന്നത് ആരാണ്? നമ്മൾ ആദ്യം ഓർത്ത വാക്യം മാത്രം ഓർത്താലും മനസ്സിലാകും. 1:1-9. ഈ കൂട്ടായ്മയിലേക്ക് ആര് വിളിക്കുകയാണ്? ദൈവം വിളിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നമ്മെ കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ശുശ്രൂഷ നിർവഹിക്കാം. ആ ശുശ്രൂഷയോട് പ്രതികരിച്ച് ആളുകളെ കൃപയിലേക്ക് കൊണ്ടുവരുന്നതും നമുക്ക് വാതിൽ തുറന്നു തന്നവൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ അങ്ങനെ ചിലർ വന്നാൽ നമുക്കതിനകത്ത് പ്രത്യേകിച്ച് അഭിമാനിക്കാനോ ഇതെൻ്റെ അധ്വാനമാണെന്ന് പറയാനോ ഒന്നുമുള്ളതായ വകുപ്പ് ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ കർത്താവ് ഈ സഭയ്ക്ക് നൽകുന്നതായ ഈ വാക്കുകൾ അതിൽ തന്നെ എത്രയോ മനോഹരമായ സത്യത്തെ വെളിപ്പെടുത്തുകയാണ്. ഇനി താഴെ 2-3 പ്രയോഗങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. അതോടെ ചിന്തിച്ച് കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ആർക്ക് പോകേണ്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയും. ദൈവത്തിന് പോകേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ കൃപയിലേക്ക് വന്നതിൻ്റെ പിമ്പിലും നമുക്ക് നമ്മിൽ വ്യാപരിച്ച ഈ വലിയ ദൈവകൃപയെ കാണാം. ചിലരെ സുവിശേഷത്താൽ കർത്താവിലേക്ക് നടത്തുവാനുള്ള അവസരം ദൈവം നമുക്ക് തരുമ്പോൾ നമ്മൾ കർത്താവെ ഏൽപ്പിച്ചൊരു വാതിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ കർത്താവാണ് ചെയ്യുന്നത്, സഭാകാന്തനാണ് ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞ വാക്കിവിടെ ഓർപ്പിച്ച് നിർത്തട്ടെ, ഞാൻ എൻ്റെ സഭയെ പണിയും. അതുകൊണ്ട് ഈ ഉന്നതമായ സത്യം നമുക്ക് ഉൾക്കൊള്ളാം. ആ പണിയിൽ നമ്മുടെ ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കും. പൂർണ്ണ വിനയത്തോടെ ആ ഏൽപ്പിക്കുന്ന കാര്യം വിശ്വസ്തമായിട്ട് ചെയ്ത് നമ്മുടെ യജമാനെ പ്രസാദിപ്പിച്ച് ഈ തലമുറയിൽ ജീവിച്ച് സാക്ഷ്യം വഹിപ്പാനും ശുശ്രൂഷിപ്പാനും സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വേലയിലൊക്കെ ഏർപ്പെടുമ്പോൾ ഈ മനോഹരമായ താഴ്മയുടെ മനോഭാവം ഉൾക്കൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. അടുത്ത 2-3 പ്രയോഗങ്ങൾ ഞാൻ ഒത്തിരി വിശദാംശങ്ങൾ കൂടാതെ അടുത്ത ക്ലാസ്സിൽ പറയാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.